ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോയുടെ ടാഗ്ലൈനാണ് സിമ്പിൾ ആൻഡ് മൈൻഡ് ബ്ലോയിങ്. ഞാൻ തുറന്നിരിക്കുന്നത് ബിഗിനിങ് ആൻഡ് കള്ളനും കാമുകിയും ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ, ദുബായിലെ രണ്ട് സുഹൃത്തുക്കൾ എന്നെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ സ്വയം പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ വെക്കുന്നത് എനിക്ക്. ഞാൻ പറഞ്ഞത് എനിക്ക് വലിയ എൻ്റെ ചാനൽ വളരെ ചെറിയ ചാനലാണ്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകളൊന്നുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കളാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ തിരക്കാണ്, കാര്യങ്ങളൊക്കെ ആണ്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒഴിഞ്ഞു മാറാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റ് ഇടുക നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ബുക്കിന് ഞാൻ തന്നെ സ്വയം എന്താ പറയുക പ്രൊമോട്ട് ചെയ്യണം. എനിക്ക് വേറെ വഴിയില്ല. കാരണം എനിക്ക് ബുക്കിന് മാത്രമല്ല. അപ്പോൾ ഞാനിപ്പം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഈ ബിഗിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഫണ്ടില്ലാത്ത സമയത്ത് എൻ്റെ റിഹേഴ്സലിന് വേണ്ടിയിട്ട് മറ്റു പല കാര്യങ്ങളും, അതായത് വീട്ടിലൊക്കെ സമയത്ത് എൻ്റെ കയ്യിൽ ഫണ്ടില്ലാത്ത സമയത്ത് ഞാനൊരു കുറച്ച് ചെറിയ എമൗണ്ട് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ബാക്കി ഫണ്ടൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്കത് വിചാരിച്ചപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ ബുക്കായിട്ട് ഇറക്കിയപ്പോൾ ഞാൻ അതിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ച് വന്നപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് അറിയാവുന്ന 2-3 ഫ്രണ്ട്സുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ നീ ഇത് സംഭവം എനിക്ക് വായിച്ച് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ ഇത് ഒരു ഷോർട്സിന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വിചാരിച്ച നടന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഒരു പുതിയൊരു ആക്ഷനെ കിട്ടി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സംഭവം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഇനിയിപ്പോൾ ഇവർക്ക് ഒരു ട്രെയിനിങ് കൊടുത്ത് ഒക്കെ ആകുമ്പം പക്ഷെ ഒരുപാട് ഞാനതിൽ എനിക്കിപ്പോഴും പറയുന്നത് ഞാൻ കളങ്കാമിയും ഇതിനെക്കാളും കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ടത് ബിഗിനിങ് കണ്ടിട്ടാണ്. കാരണം ഒരു 1-2 മാസത്തോളം ഞാൻ അതിന് വേണ്ടി നടന്നതാണ്, ആർട്ടിസ്റ്റിനൊപ്പം നടന്നതാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. അതിന് പല റീസണുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇത് സംഭവം ഞാൻ ബിഗിനിങ് വായിച്ചിട്ട് പല ആളുകളും എന്നോട് പറഞ്ഞൊരു കമൻറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ ക്ലൈമാക്സ് കറക്റ്റ് മനസ്സിലായില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കളങ്കാമിക വായിച്ചിട്ട് കളങ്കാമികയിലെ ക്ലൈമാക്സിൽ ഹർഷന് ക്യാരക്ടർ അതിൽ കളൻ്റെ ക്യാരക്ടർ, അതുപോലെ തന്നെ ഇതിലെ ക്യാരക്ടർ അമ്മൂൻ്റെ ക്യാരക്ടർ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ അത് എൻ്റെ ഒരു ഇതാണ്. ഞാനത് അങ്ങനെ നിർത്താൻ പറ്റുള്ളത് ആ സ്റ്റോറി, കള്ളന് കാമുകനുള്ള സ്റ്റോറി. കാരണം അത് അല്ലാതെ അത് നോർമൽ ലെവലിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലീശയായിപ്പോവും. ക്ലീശ മാത്രമല്ല, അത് വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും ക്ലൈമാക്സ് ഇതാണെന്ന് മനസ്സിലാവും. പക്ഷേ ക്ലൈമാക്സ് ചേഞ്ച് വരുത്തിയാൽ മാത്രമേ എന്തെങ്കിലും ഇതാവുള്ളൂ എന്നുള്ള ഇതുണ്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കൾ എൻ്റെ ചങ്സാണ്. അപ്പോൾ അവരോട് ഇതിൻ്റെ അതായത് സെക്കൻഡ് പാർട്ട് കള്ളനകാപ്പി സെക്കൻഡ് പാർട്ട് ഞാൻ എഴുതി കഴിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അവർ ചില ഐഡിയാസൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ. ഞാനെന്ത് ഡയലോഗ്സ് പറയുമ്പോൾ ഈ ഡയലോഗ്സ് വേണ്ട, അതായത് ഭയങ്കര അപ്ഡേറ്റഡ് ആണെന്ന് പറയും. എന്നിട്ട് പുതിയത് എന്തെങ്കിലും അവരെ ഭാഗത്ത് നിന്ന് അവർ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു ഡീപ്പായ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്നോട് എന്ത് വേണം പറയാം. അങ്ങനത്തെ 2 ഫ്രണ്ട്സാണ്. ഞാൻ പേര് പറയുന്ന ഒരാളെ. അപ്പോൾ അവർക്ക് വിഷമം ഉണ്ടായിട്ടാണ് ഞാൻ അവരെ കുറേ ട്രോൾ ചെയ്യാനുള്ള. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ കളങ്കാമിയുടെ സ്റ്റോറി എന്ന് പറയാൻ അമ്മു എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ഡിപ്രഷനാണ് പെൺകുട്ടിയാണ്. എപ്പോഴും അവൾ തനിച്ചാണ്. അവൾക്ക് സുഹൃത്തുക്കളും ആരുമില്ല. അങ്ങനെ ഒരു ദിവസം അവൾ ആത്മഹത്യ ശ്രമിക്കുകയാണ്. അവിടേക്ക് പെട്ടെന്നൊരു കള്ളൻ കയറി വരികയാണ്. പിന്നീട് അവർ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അത് ഏറ്റവും കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടർ, കള്ളൻ്റെ ക്യാരക്ടർ വളരെ ഫണ്ണിയുള്ള ക്യാരക്ടറാണ്. പുള്ളിക്ക് സംഭവം അവളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വേറൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനെ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ അവരോട് ഡിസ്കസ് ചെയ്യും. ഒരുപാട് ജോക്സും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അതൊന്നും അവൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അവൾ ഒരുപാട് ലൈഫിൽ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ആ ക്യാരക്ടർ, അമ്മു എന്നുള്ള ക്യാരക്ടർ പല ഇൻസിഡൻറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് കണ്ടതായാലും ഇപ്പോൾ മുമ്പ് കണ്ട പല ഇൻസിഡൻറ്റ്, സ്ത്രീകൾക്കെതിരെയുള്ള പല ഇൻസിഡൻറ്റും അത് സാധനങ്ങളൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പലർക്കും അറിയാം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളായാലും പെൺകുട്ടികളായാലും ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യേണ്ടത് നമ്മൾ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. റോഡുകളിൽ നമ്മൾ പോകുമ്പോൾ പല ആളുകളും പല കമൻറ്റ്സും അടിക്കാറുണ്ട്. കേൾക്കുമ്പോൾ തന്നെ സങ്കടം തോന്നാറുണ്ട്. അതിപ്പോൾ എവിടെ പോയാലും അതുപോലെ തന്നെ സംഭവം. അതുപോലൊരു പെൺകുട്ടിയും, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയും ആണ് അമ്മു എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ അവളുടെ ലൈഫിൽ ഒരുപാട് ട്രോമ കാര്യങ്ങളൊക്കെ അവൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അവളങ്ങനെ പോയതാണ് സംഭവം.
അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ കഥ ചെയ്തത്. ക്ലൈമാക്സ് എത്തുമ്പം സംഭവം വേറൊരു ഇതിലേക്ക് അതിൻ്റെ സ്റ്റോറി വേറെ ലെവലിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. ഫസ്റ്റ് പാർട്ട് അവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അമ്മു എന്നുള്ള ക്യാരക്ടറും ഈ ഹർഷ എന്നുള്ള ക്യാരക്ടറൊക്കെ ആയിട്ട് വളരെ ഫണ്ണി, തുടക്കത്തിൽ വളരെ ഒരു കുറച്ച് ഇതായിട്ട് ഫണ്ണിയായിട്ട് തുടങ്ങും. പിന്നീട് അത് വേറെ ലെവലിലേക്ക് റൊമാൻസൊക്കെ ആയിട്ട് പോകും. പിന്നീട് മെയിൻ ഇതിലേക്ക് വരും. സെക്കൻഡ് പാർട്ടും അങ്ങനെ തന്നെ. സെക്കൻഡ് പാർട്ടും ഞാൻ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് സംഭവം. നിങ്ങൾ ബുക്ക് വായിച്ച പലർക്കും അറിയാം വിചാരിക്കുന്നു. അത് അതിൻ്റെ സ്റ്റോറി പോയിൻ്റ് രണ്ട് ഞാൻ പറഞ്ഞ 2 സുഹൃത്തുക്കൾക്ക് അവർക്ക് മനപ്പാടാണ്. ക്ലൈമാക്സ് മനപ്പാടല്ല കേട്ടോ. ക്ലൈമാക്സ് ഞാൻ പറഞ്ഞിട്ടില്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് സത്യത്തിൽ അത് സെക്കൻഡ് പാർട്ടും അതുപോലെ തന്നെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. തേർഡ് പാർട്ട് കാമുകി 3 ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടില്ല. സെക്കൻഡ് പാർട്ട് ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ തേർഡ് പാർട്ടിൻ്റെ ആലോചനയിലാണ്, വന്നിട്ടില്ല. ബുക്ക് പിന്നെ അത് ഇപ്പോൾ പബ്ലിഷ് ചെയ്യില്ല, എന്തായാലും ഈ വർഷം എന്തായാലും പബ്ലിഷ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരുപാട് നെഗറ്റീവ്സ് എനിക്ക് കിട്ടി. എനിക്കതിൽ അതെനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തതായിരുന്നു കാമുകി ഫസ്റ്റിൽ. പക്ഷേ എനിക്ക് വളരെ വളരെ മോശമായ കമൻറ്റ്. കാരണം ഞാനൊരു അത്യാവശ്യം ഒരു ഞാൻ തുറക്കാരനായതുകൊണ്ട് ഞാനൊരു 176 ബുക്സാണ് ഞാൻ അടിച്ചത്. പക്ഷേ എനിക്ക് കുറേ ബുക്ക് എനിക്ക് സെയിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വിചാരിച്ച പോലെ എനിക്കത് മാർക്കറ്റിംഗ് മാത്രമല്ല, അതായത് ഞാൻ വിചാരിച്ചൊരു എനിക്കൊരു ഇത് കിട്ടിയില്ല, പ്രശ്നം കിട്ടിയില്ല എന്ന് തന്നെ പറയാം. വളരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സാണ് എനിക്ക് വന്നത്. അതിൽ വളരെ വിരൽ എണ്ണാവുന്നൊരു 4-5 അത്ര പേര് മാത്രമാണ് നല്ലൊരു കമൻറ്റ്സ് പറഞ്ഞത്. ബാക്കിയുള്ളവർ വളരെ മോശമായിട്ടുള്ള കമൻറ്റ്സാണ് പറഞ്ഞത്. അത് ഏറ്റവും രസം എന്ന് വെച്ചാൽ ഈ ബുക്ക് വാങ്ങിയിട്ട് ഇതുവരെ വായിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അതാ രസം. അവർ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടപാട് അവർ വായിച്ചിട്ട് പോയില്ല. അതില്ല, അവർ വെറുതെ അത് കൊള്ളാമെന്നൊക്കെ പറയുമ്പോൾ വെറുതെ കമൻറ്റ് കിട്ടുകയും ചെയ്യും. ഞാൻ എൻ്റെ ഒരു സ്റ്റോറിൻ്റെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർ എന്ന് പറയും. എന്നാണ് ആളുകൾ. അതുപോലെ ബിഗിനിങ്ങിൽ സത്യത്തിൽ ബിഗിനിങ്ങിൽ ക്ലൈമാക്സ് എല്ലാവരും പലതും പറയാറുണ്ട്. എനിക്ക് ബിഗിനിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ പ്രിയ എന്നുള്ള ക്യാരക്ടറാണ്. ഇതിൽ ആക്ച്വലി ഭയങ്കര ഒരു നല്ലൊരു ക്യാരക്ടറാണ്. ഞാനതിൽ ആ ക്യാരക്ടർ വെച്ചാണ് ഞാൻ എൻ്റെ സ്റ്റോറി സത്യത്തിൽ എഴുതിയിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ബിഗിനിങ് എന്നുള്ളതായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ബ്രേക്കപ്പ് എ ന്യൂ സ്റ്റാർട്ടപ്പ് എന്നായിരുന്നു അതിൻ്റെ പേര്, ആദ്യത്തെ എൻ്റെ ടൈറ്റിൽ. അത് ഞാൻ ആ സ്റ്റോറി എഴുതാൻ തുടങ്ങിയത് 2023 ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ എന്നായിരുന്നു. എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല അന്നത്തെ രാത്രി. അപ്പോൾ ആ ദിവസം ഞാൻ പെട്ടെന്ന് ഞാനൊരു സ്റ്റോറി, ഞാൻ പുറത്ത് നടക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ നടക്കാൻ എന്തോ ചെറിയൊരു കത്തിമെന്ന് നമ്മൾ പറയില്ല നമ്മുടെ സ്റ്റോറി, അതുപോലെ ഇതായി. ഇപ്പോൾ ഞാൻ അങ്ങനെ അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ രാത്രി എനിക്ക് നടക്കാൻ പോകുന്ന സുഖം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഷാർജയിലായിരുന്നു. ഞാൻ പാർക്കിൽ നടക്കാൻ പോയപ്പോൾ കുറച്ച് റൗണ്ടൊക്കെ അടിച്ച് വന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നേരെ വീട്ടിൽ റൂമിലെത്തുന്ന സമയത്ത് തന്നെ സ്റ്റോറിൻ്റെ ഇത് വന്നത്. അപ്പോൾ എനിക്കൊരു ഡയറി ഉണ്ടായിരുന്നു ആ സമയത്ത്, ഇപ്പോഴും ഉണ്ട്. ഇവിടെ ആ ഡയറിയിൽ ഞാൻ ഇങ്ങനെ ഒരു വള്ളം ഇങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ അതിങ്ങനെ അന്ന് രാത്രി പിന്നെ ഇപ്പോൾ കുറേ ആലോചിച്ച് ചിന്തിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഫെബ്രുവരി 15 ഞാനത് മൊത്തം അതിൻ്റെ ഓൺലൈൻ മൊത്തം എഴുതി വെച്ചു. അതിൽ ക്യാരക്ടറും അതിൻ്റെ സ്റ്റോറി സംഭവങ്ങളൊക്കെ എഴുതി വെച്ചു ഓൺലൈൻ. അത് പിന്നീട് ഞാനത് എനിക്കൊരു 3.5 മാസം എടുത്ത് ഞാൻ എൻ്റെ ഒരു ഡയലോഗ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാനത് എഴുതി. അതിനുശേഷം എൻ്റെ ജോലി പോയി, ഞാൻ നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. ആ സ്ക്രിപ്റ്റ് അത് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ അത് പിന്നീട് ആ സ്റ്റോറിയാണ് പിന്നെ ഞാൻ ബിഗിനിങ് എന്നുള്ളതിലേക്ക് മാറ്റി. പക്ഷേ അതിൽ ആകെ 3 ക്യാരക്ടർ ഉണ്ടായിരുന്നുള്ളൂ. 2 പയ്യന്മാരൊരു പെൺകുട്ടിയായിരുന്നു ക്യാരക്ടർ. പിന്നെ അത് ഇപ്പോഴത്തെ പോലെ അത് ഒരു 6 മെയിൻ ക്യാരക്ടറും പിന്നെ ഒരു ചെറിയൊരു കുട്ടി, പിന്നെ വേറൊരാൾ, ഡയലോഗ്സ് ഇല്ലാത്ത വേറൊരാളുണ്ട്. അങ്ങനെ ഒരു 8 ക്യാരക്ടറായിട്ട് വന്നതാണ് ഇപ്പം ബിഗിനിങ് വന്നത്. പക്ഷേ എനിക്കിപ്പോഴും പലരും എന്നോട് പറയാറുണ്ട്, ബിഗിനിങ് വായിച്ച പല സുഹൃത്തുക്കളോട് വളരെ നല്ല കമൻറ്റ്സാണ് പറഞ്ഞത്. ഇപ്പം മോശം കമൻറ്റ്സ് പറഞ്ഞ ആളുകളുണ്ട്. ക്ലൈമാക്സ് അവർക്ക് അത്ര ഡൈജസ്റ്റ് ആയില്ല, അതുകൊണ്ട് പല ആളുകളും പലതും എന്നോട് പറഞ്ഞത്. ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യാറ്, അത് നമ്മളെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പല ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ അവർക്കതിൽ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ പറയാൻ നല്ല ക്യാരക്ടേഴ്സാണ് അതിൽ. അത് അങ്ങനത്തെ ഒരു ആളെ വെച്ച് ചെയ്തതിന് സംഭവം വർക്കെന്നൊക്കെ പറയാറുണ്ട്. പ്രത്യേകിച്ച് അതിൽ അരവിന്ദ്, അതിൽ ഐശ്വര്യൻ്റെ ക്യാരക്ടറായാലും അതിൽ പ്രിയ എന്ന ക്യാരക്ടറായാലും സിദ്ധാർത്ഥ ക്യാരക്ടർ അത് ഭയങ്കര ടോക്സിക്കാണ്. വായിച്ച എല്ലാവർക്കും അറിയാം. അപ്പോൾ സിദ്ധാർത്ഥ ക്യാരക്ടറാണ് ടോക്സിക്കായ ക്യാരക്ടർ. അപ്പോൾ അത് നമുക്ക് പറയാത്ത അങ്ങനത്തെ ഒരു ആളെ ചെയ്ത സംഭവം നൈസ്. ഞാൻ പറഞ്ഞാൽ ശരിയാണ്, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് ഇനി എൻ്റെ ഭാഗത്തുള്ള എഫേർട്ട് ഇനി എടുക്ക്, നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞിട്ടില്ല അവർ, ഇങ്ങനെ അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ആ ബിഗിനിങ് വേണ്ടിയിട്ട് എനിക്ക് കുറേ ഫണ്ട് തന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അത് നടക്കുന്നുണ്ടത്തിൽ ബാക്കി എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കൂട്ടിയാണ്. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ കള്ളൻകാമി വായിച്ചിട്ട് ചില ആളുകൾ വളരെ പോസിറ്റീവ് പറഞ്ഞ ആളുകളുണ്ട്. അവരോട് എനിക്ക് ഇപ്പോഴും സ്നേഹമാണ്. കാരണം അതൊന്നും ഉണ്ടായിട്ടില്ല. നെഗറ്റീവ് പറഞ്ഞ ആളുകളോട് എനിക്ക് സ്നേഹത്തിലാണ്.
നെഗറ്റീവ് പറഞ്ഞ ആൾ ഞാൻ പറഞ്ഞു അവർക്ക് ഈ ക്ലൈമാക്സ് അത് ഡൈജസ്റ്റ് ആയാലും പിന്നെ അത് വേറെ പല ലെവലിലാണ് പറഞ്ഞോട് പല കമൻസും പല ആളുകളും പറഞ്ഞത്. അത് ഓരോരുത്തരും കൃത്യമായ കാര്യമാണ്, അത് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇത് എന്താ പറയുക, ഈ ബുക്ക് നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞത് ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് എന്തായാലും വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ പല ഫ്രണ്ട്സുകളിൽ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞവർ നമ്മൾ ഭാഗത്തുള്ള എഫേർട്ട് നമ്മൾ ചെയ്തു തരാം, ഇനി ടെൻഷനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഈ വർഷം അവസാനം എന്തായാലും കളന്ന് കാമുകിയുടെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഞാൻ ബുക്ക് പബ്ലിഷ് ചെയ്യും. എന്തായാലും ഓൾമോസ്റ്റ് എഴുതി കഴിഞ്ഞാണ്. നിങ്ങളെന്തായാലും സപ്പോർട്ട് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കളന്ന് കാമുകി അമ്മൂസ് സോറി റിതുവിൻ്റെ സർവൈവലാണ് കളൻ കാമുകി 2 വരുന്നത്, പാർട്ട് 2 വരുന്നത്. അപ്പോൾ അത് എന്താണ് റിതു എന്ന ക്യാരക്ടറും എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സംഭവം ഉണ്ടാവും, അതാണോ കഥയിൽ വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് വയ്യെ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ വർഷം തന്നെ അത് കളൻ കാമുകി പാർട്ട് 2 എന്തായാലും ബുക്ക് പബ്ലിഷ് ചെയ്താലും 3ൻ്റെ റൈറ്റിങ്ങിലാണ് ഞാനിപ്പം. ചെറിയ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റോറിയിൽ. ഇത് കിട്ടിയിട്ടൊരു കറക്റ്റൊരു തിരികെത്തില്ല എന്ന് പറയില്ല, ഒരു കഥയിലേക്ക് കറക്റ്റ് ലാൻഡ് ചെയ്തിട്ടില്ല. എന്തായാലും കളൻ കാമുകി 3ൽ എന്തായാലും സെക്കൻഡ് പാർട്ട് എന്തായാലും ഈ വർഷം തന്നെ എന്തായാലും ഇറങ്ങും. ബിഗിനിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ ബിഗിനിങ് പ്രതീക്ഷിക്കേണ്ട. ബിഗിനിങ് എല്ലാവരും പലരും പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു നമുക്ക് പെട്ടെന്ന് പല ആളുകൾക്കും പെട്ടെന്ന് ഇതാകാൻ പറ്റുന്ന ഒരു തീമാണ്. സംഭവിച്ചാൽ പല ആളുകൾക്കും തിരക്കാണ്. ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും തിരക്കാണ്. അപ്പോൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾക്കായാലും മറ്റേ സ്റ്റുഡൻസ് ആയാലും എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ ആ തിരക്ക് ചില ആളുകൾ ജോലി വളരെ പാഷനായിട്ട് കാണുന്ന, ചില വളരെ അവരെ ലൈഫ് ഇതായിട്ട് കാണുന്ന ആളുകളുണ്ട്, വളരെ പാഷനായിട്ട് മറ്റോ ഇതായിട്ട് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിൽ അരവിന്ദൻ്റെ ക്യാരക്ടർ. ഐശ്വര്യ ക്യാരക്ടർ വളരെ അവൾക്ക് അവളുടെ കാര്യങ്ങൾ മാത്രം ആണ് അവളുടെ മൈൻഡിൽ വരുന്നത്. മറ്റുള്ളവർക്ക് എന്താണെന്നുള്ള അവൾക്ക് ഇതില്ല. അതുപോലെ തന്നെ പ്രിയ എന്നൊരു ക്യാരക്ടർ, അതുപോലെ സിദ്ധാർത്ഥൻ്റെ ക്യാരക്ടർ. സിദ്ധാർത്ഥന് എന്താ പറയുക, പുള്ളി ഭയങ്കര ടോക്സിക്കാണ്. പുള്ളിക്ക് അതുപോലെ തന്നെയാണ്, പുള്ളി ഐശ്വര്യയുടെ ക്യാരക്ടറിൻ്റെ ഓപ്പോസിറ്റുള്ള ക്യാരക്ടറാണ് സിദ്ധാർത്ഥൻ്റെ ക്യാരക്ടർ. അപ്പോൾ നിങ്ങൾ ബുക്ക് വായിച്ചാണെങ്കിൽ നിങ്ങൾ പറ്റുന്ന കമൻറ്റ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. ബൈ.